യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായം 6-ാമത് വാക്യത്തിൽ ഇങ്ങനെ ഓർപ്പിക്കുന്നു: ദൈവം എൻ്റെ പരമാർത്ഥത അറിയുന്നു എന്നുള്ളതായ വാക്കുകളാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനകത്ത് സത്യസന്ധതയോടും പരമാർത്ഥതയോടും നിഷ്കളങ്കതയോടും കൂടി പ്രവർത്തിച്ചിട്ടും ജീവിച്ചിട്ടും സംസാരിച്ചിട്ടും ഇടപെട്ടിട്ടും നമ്മുടെ കൂടെയുള്ളവർക്ക് പോലും നമ്മുടെ പരമാർത്ഥമായ ഹൃദയത്തിൻ്റെ നിലവാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയാലും നമ്മെ നന്നായി അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇയ്യോബ് അതുകൊണ്ടാണ് പറയുന്നത്: ദൈവമേ, എന്നെ ഒന്ന് തൂക്കി നോക്കി എൻ്റെ ഹൃദയത്തിൻ്റെ പരമാർത്ഥത അങ്ങൊന്ന് ബോധ്യപ്പെടണമേ എന്ന് പറയുകയാണ്. നമ്മുടെ ഹൃദയത്തെ നന്നായി അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദാവീദിൻ്റെ ജീവിതത്തെ നാം ഒന്ന് നോക്കുകയാണെങ്കിൽ, അപ്പൻ്റെ ആടുമായി വനാന്തരത്തിൽ പോകുന്ന ദാവീദിന് അപ്പൻ തന്നെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തെക്കുറിച്ച് പരമാർത്ഥതയോടുകൂടിയുള്ള ഒരു ഉത്തരവാദിത്വ ബോധമാണുള്ളത്. ആ നിലകളിലാണ് താൻ മുൻപോട്ട് പോകാറുള്ളത്. എന്നാൽ ഇശായിക്ക് പലപ്പോഴും ദാവീദിൻ്റെ സത്യസന്ധത തിരിച്ചറിയുവാൻ, തൻ്റെ കഴിവുകൾ തിരിച്ചറിയുവാൻ കഴിയാതെ പോയി. എങ്കിലും ദൈവത്തിൻ്റെ സമയമായപ്പോൾ ഇശായിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്ന ശമൂവേലിൻ്റെ മുൻപിൽ ദാവീദിൻ്റെ പരമാർത്ഥത വ്യക്തമാകുകയാണ്. ഗിദെയോനെ നാം ഒന്ന് നോക്കുകയാണെങ്കിൽ, വിതയ്ക്കുന്നത് കൊയ്യുവാനുള്ള ആഗ്രഹവും അതുപയോഗിക്കുവാനുള്ള ആഗ്രഹവുമുണ്ടെങ്കിലും അതിൻ്റെ ഗൗരവങ്ങൾ തിരിച്ചറിയാതെ നിൽക്കുന്ന പശ്ചാത്തലത്തിനകത്ത് അത്യുന്നതനായ ദൈവം ഗിദെയോനോട് പറയുകയാണ്: ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്നോർപ്പിക്കുക. ശത്രു നമ്മെ കടന്നാക്രമണങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ ഹൃദയത്തിൻ്റെ പരമാർത്ഥത തിരിച്ചറിഞ്ഞ് നാം വിതച്ചത് നാം തന്നെ കൊയ്തെടുത്ത് ഉപയോഗിക്കത്തക്ക തലത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ഒരു ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നതാണ്. ദാനിയേലിനെ നാം ഒന്ന് നോക്കുകയാണെങ്കിൽ, ദാനിയേൽ പ്രവാസികളുടെ കൂട്ടത്തിൽ ആയിരിക്കുമ്പോഴും അത്യുന്നതനായ ദൈവത്തോടും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തോടും പരമാർത്ഥതയോടുകൂടി അതിനെ സ്വീകരിക്കുവാനും ആ നിലയിൽ ജീവിപ്പാനും താൻ മനസ്സ് വച്ചിരുന്നു എന്നും, എന്നാൽ തൻ്റെ ഹൃദയ പരമാർത്ഥത മനസ്സിലാക്കാൻ കഴിയാതെ പോയവർ തന്നെ വിശന്ന് കിടക്കുന്ന സിംഹത്തിൻ്റെ കുഴിയിൽ ഇട്ടുകളയുവാൻ പറഞ്ഞെങ്കിലും അതിൻ്റെ നടുവിൽ പരമാർത്ഥ ഹൃദയത്തിൻ്റെ അവകാശിയായ ദാനിയേലിനെ ദൈവം വിടുവിച്ചത് കാണുവാൻ കഴിയുന്നുണ്ട്. ചന്ദ്രക്കിനെയും മേശക്കിനെയും അഭേദ്രകോവിനെയും എരിഞ്ഞടങ്ങുന്ന തീക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം കാണുവാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹൃദയപരമാർത്ഥതയോടുകൂടിയാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമ്മെ തക്ക സമയത്ത് വിടുവിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടുകയും ആ തലത്തിൽ ദൈവം നമ്മെ വിടുവിക്കുകയും ചെയ്യും. ആ നിലയിലുള്ള ഒരു വിടുതലിനു വേണ്ടി
ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നവരും പരമാർത്ഥതയോടെ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ജീവിക്കുന്നവരുമായി തീരുവാൻ ഉത്സാഹിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെ ഈ ജീവിതത്തിൽ ഞങ്ങൾക്കായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. പ്രത്യാശ കൊണ്ട് ഞങ്ങൾ എല്ലാവരെയും നിറയ്ക്കണം. പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.